വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. സൈലം ലേണിംഗിന്റെ പുതിയൊരു മലയാളം ക്ലാസ്സിലേക്ക്, ശ്രുതി ടീച്ചറിന്റെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്നേഹസ്വാഗതം. നമ്മളിപ്പോ സൈലത്തിലെ ഓരോ ടീച്ചേഴ്സും നിങ്ങൾക്ക് മുന്നിൽ എത്തുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു പരീക്ഷയെ നിങ്ങൾ നേരിടാൻ പോകുന്നു. അതിന്റെ ചോദ്യങ്ങളും ഉത്തരങ്ങളും ഒക്കെ ആയിട്ടാണ് അല്ലെ. ഇന്നത്തെ ടീച്ചറിന്റെ ഈ കുഞ്ഞു വീഡിയോയിലും അത് തന്നെയാണ്. ഒന്നുമില്ല, അറിഞ്ഞു പഠിക്കാം, പഠിച്ചു നേടാം. എന്താണ് അറിഞ്ഞു പഠിച്ച് നമുക്ക് പഠിച്ചു നേടാനുള്ളത്? USS ആണ് അല്ലെ. USS എന്താണ്? USS ആണ്. അപ്പോ USS എക്സാം ഡേറ്റ് ഒക്കെ വന്നു ഫെബ്രുവരി 27-നാണ്. നന്നായിട്ട് പഠിക്കുക, സിസ്റ്റമാറ്റിക് ആയിട്ട് കാര്യങ്ങൾ അറിഞ്ഞു പഠിക്കുക. അപ്പോ ഇന്ന് ടീച്ചർ കുറച്ച് ജനറൽ ആയിട്ടുള്ള മലയാളം ചോദ്യങ്ങൾ തരാട്ടോ. പാഠഭാഗത്തുള്ളതൊന്നുമല്ല. ടീച്ചർ ഇങ്ങനെ ഓരോ പുരസ്കാരങ്ങളൊക്കെ തരാറുണ്ടല്ലോ അല്ലെ. അതുപോലെ ഇന്ന് ടീച്ചർ വളരെ നിങ്ങൾക്ക് ഓരോ മാർക്കും വിലപ്പെട്ടതല്ലേ. ഒരു മാർക്കിനൊക്കെ ആയിരിക്കും നമുക്ക് ചിലപ്പോൾ നഷ്ടപ്പെട്ടു പോയാലോ. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞങ്ങ് പഠിക്കുക. ലോക പുസ്തക ദിനം എന്നാണ്. ലോക പുസ്തക ദിനം എല്ലാവരും അറിയുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒന്ന് പറഞ്ഞു നോക്കിക്കേ. ഏപ്രിൽ മാസമാണ്. ഏപ്രിൽ ഏതാണ് തീയതി? ഏപ്രിൽ 23 അപ്പൊ ലോക പുസ്തക ദിനം ഏപ്രിൽ 23 കേട്ടോ. വില്യം ഷേക്സ്പിയറിന്റെ ജന്മദിനമാണ് ലോക പുസ്തക ദിനമായിട്ട് ആചരിക്കുന്നത്. ഏപ്രിൽ 13 ശ്രുതി മിസ്സിന്റെ ജന്മദിനമായിരുന്നു. ഏപ്രിൽ 23 അപ്പോ പുസ്തക ദിനം എന്നാണ് എന്ന് ചോദിച്ചാൽ ഏപ്രിൽ 23 കേട്ടോ. കേരളത്തിലെ ആദ്യ പുസ്തക ഗ്രാമം ഏതാണെന്ന് നിങ്ങൾക്കറിയാമോ? കേരളത്തിലെ ആദ്യ പുസ്തക ഗ്രാമം കേരളത്തിലെ ഇതാണ് ഉത്തരം. പെരുങ്കുളം ഗ്രാമമാണ്. കോട്ടയം ജില്ലയിലെ പെരുങ്കുളം ഗ്രാമം. പെരുങ്കുളം ഗ്രാമം, പെരിയ കുളം അല്ലെ, വലിയൊരു കുളം ഒരു ഗ്രാമത്തില്. അപ്പോ അവിടെ എന്ത് ചെയ്തു? പുസ്തകങ്ങളെല്ലാം വെള്ളത്തിൽ വീണുപോയി. അങ്ങനെ എന്തെങ്കിലും ഒന്ന് ഓർത്ത് വെച്ചിട്ട് അതൊന്ന് മനസ്സിലാക്കി വെച്ച്. പെരുങ്കുളം ഗ്രാമമാണ് എന്ത്? കേരളത്തിലെ ആദ്യ പുസ്തക ഗ്രാമം. ആദ്യ പുസ്തക ഗ്രാമം ഒരു ഗ്രാമമാണിത്, പെരുങ്കുളം ഗ്രാമം. പെരിയ കുളമൊക്കെ ഉണ്ട്, പുസ്തകങ്ങളൊക്കെ വെള്ളത്തിൽ വീണ് നനഞ്ഞു അല്ലെ. അങ്ങനെ എന്തെങ്കിലും ഒന്ന് ഓർത്ത് വെച്ചാൽ മതിയെ കോഡായിട്ട്. ജില്ല കോട്ടയം. കേരള വിദ്യാഭ്യാസ വകുപ്പ് വായനാ ദിനമായിട്ട് ആചരിക്കുന്നത് ജൂൺ 19 അത് അറിയാം. PN പണിക്കരുടെ, പുതുവായിൽ നാരായണ പണിക്കരുടെ ഓർമ്മ ദിനമായിട്ടാണ് അതന്ന് ആചരിക്കുന്നത്. അദ്ദേഹം നമുക്ക് പുസ്തകത്തിന് വേണ്ടി, വായനയ്ക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്തതുകൊണ്ടാണ്. ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന്റെ സ്ഥാപകനൊക്കെയാണ് അദ്ദേഹം. അതുകൊണ്ടാണ് PN പണിക്കർ അല്ലെ ജൂൺ 19. പക്ഷേ ഈ വായനാ വാരമായിട്ട്, അതായത് ഒരാഴ്ച തന്നെ കേരള വിദ്യാഭ്യാസ വകുപ്പ് ആഘോഷിക്കുന്നുണ്ട്. ടീച്ചറൊക്കെ പല സ്കൂളുകളിലും ഈ ഒരു ദിവസങ്ങളില് ജൂൺ 19 മുതൽ മറ്റൊരു ദിവസം വരെ, ഏത് ദിവസം വരെയാണ് അത് എന്ന് ഓർത്ത് വെക്കുക. ആദ്യമുള്ള ജൂൺ 19 ഓർക്കണം. ജൂൺ 19 മുതൽ ഒരാഴ്ച കാലം അത്രേ ഓർത്താൽ മതി. ജൂൺ 25 വരെയാണ് കേട്ടോ. ജൂൺ 19 മുതൽ ജൂൺ 25 വരെയാണ് വായനാ വാരമായിട്ട് കേരള വിദ്യാഭ്യാസ വകുപ്പ് ആചരിക്കുന്നത്. സ്കൂളുകളിലൊക്കെ ഈ ഒരാഴ്ചയാണ് വായനാ വാരമായിട്ട്. ഇനി മണ്ടം മുത്തപ്പ ബഷീറിന്റെ ഏത് കഥയിലെ കഥാപാത്രമാണ്? ബഷീറിന്റെ ഒരു കഥയിലെ കഥാപാത്രമാണ് മണ്ടം മുത്തപ്പ. മണ്ടൻ മുത്തപ്പ അറിയണം നമ്മളത്. ഏത് കഥയിലാണ്? മുച്ചീട്ടു കളിക്കാരന്റെ മകൾ എന്ന വളരെ പ്രശസ്തമായ ഒരു കഥയാണത്. മുച്ചീട്ട് കളിക്കാരന്റെ മകൾ. വായിക്കണം കേട്ടോ. മണ്ടൻ മുത്തപ്പയുണ്ട് അതില്. പിന്നെ ചോര തുടിക്കും ആരുടെ വരികൾ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. അതുകൊണ്ടാണ് ഇത് പറയുന്നത്. ചോര തുടിക്കും ചെറുകയ്യുകളെ പേറുക വന്നീ പന്തങ്ങൾ. ചോര തുടിക്കും ചെറുകയ്യുകളെ പേറുക വന്നീ പന്തങ്ങൾ. ആരുടെ വരിയാണ്? വരികൾ ചോദിക്കാറുണ്ട് സാധാരണ. ഇത് വൈലോപ്പിള്ളിയുടെ വരികളാണ് കേട്ടോ. ചോര തുടിക്കും ചെറുകയ്യുകളെ പേറുക വന്നീ പന്തങ്ങൾ, വൈലോപ്പിള്ളിയുടെ വരികളാണ്. കാച്ചിക്കുറുക്കിയ കവിതകളുടെ കർത്താവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ഒന്ന് പറഞ്ഞു നോക്കിക്കേ. എല്ലാവർക്കും അറിയാം. ഒന്ന് പറഞ്ഞു നോക്കിക്കേ. കാച്ചിക്കുറുക്കിയ കവിതകളുടെ കർത്താവ്. പറഞ്ഞോളൂ, ഓർത്തെടുത്തോളൂ. കാച്ചിക്കുറുക്കിയ കവിതകളുടെ കർത്താവ് വൈലോപ്പിള്ളിയാണ്. കാച്ചിക്കുറുക്കിയ കവിതകൾ. ചോര തുടിക്കും ചെറുകയ്യുകളെ പേറുക വന്നീ പന്തങ്ങൾ. അതിൽ നിന്നൊന്നും എടുത്തു മാറ്റാനില്ല അല്ലെ. വളരെ വ്യക്തവും സ്പഷ്ടവുമായിട്ട് ഉള്ള വരികളാണ് വൈലോപ്പിള്ളിയുടെ. അപ്പൊ കാച്ചിക്കുറുക്കിയ കവിതകളുടെ കർത്താവ് എന്നറിയപ്പെടുന്നതും വൈലോപ്പിള്ളിയാണ്. പിന്നെ അരങ്ങു കാണാത്ത നടൻ ആരുടെ ആത്മകഥയാണ്? ആത്മകഥകൾ സാധാരണ ചോദിക്കാറുണ്ട്.
കവിയുടെ കാൽപ്പാടുകൾ പി കുഞ്ഞിരാമൻ നായരുടെ ആത്മകഥയാണ്. ഒരു USS പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്, അരങ്ങ് കാണാത്ത നടൻ ആരുടെ ആത്മകഥയാണ് എന്നുള്ളതാണ് ചോദ്യം. അരങ്ങു കാണാത്ത നടൻ ഏതെങ്കിലും ഒരു നാടക പ്രവർത്തകന്റെ ആത്മകഥയാവണം അല്ലെ. ആത്മകഥ എന്ന് പറഞ്ഞാൽ എന്താ? ഒരാള് സ്വന്തം കഥ എഴുതുന്നതാണ് ആത്മകഥ അല്ലെ. എനിക്ക് എന്നെ കുറിച്ച് തന്നെ എഴുതാം, എന്റെ കാര്യങ്ങളൊക്കെ തുറന്നെഴുതുന്നതാണ് ആത്മകഥ എന്ന് പറയുന്നത്. ജീവചരിത്രം എന്ന് പറയുന്നത് ഇപ്പോൾ എന്റെ കഥ മറ്റൊരാൾ എഴുതുന്നതാണ്. ജീവചരിത്രക്കുറിപ്പ് മറ്റൊരാൾ എഴുതുന്നതാണ് ജീവചരിത്രം. എന്നാൽ എന്റെ കഥ എന്ന് പറഞ്ഞാൽ എന്നെ പറ്റി മറ്റൊരാൾ എഴുതുകയാണ്, അത് ജീവചരിത്രം. ഞാൻ തന്നെ എന്റെ കഥ എഴുതുകയാണെങ്കിൽ അത് ആത്മകഥ. അരങ്ങു കാണാത്ത നടൻ ആരുടെ ആത്മകഥയാണ്? തിക്കോടിയൻ. തിക്കോടിയൻ എന്ന് പറഞ്ഞാല് നമ്മുടെ പയ്യോളിക്കടുത്തുള്ള തിക്കോടിയിലാണ് ഇദ്ദേഹം ജീവിച്ചിരുന്നത്, ജനിച്ചിരുന്നത്. അപ്പൊ തിക്കോടിയൻ, തിക്കോടിയിലുള്ള ആള് എന്നുള്ളതിലാണ് തിക്കോടിയൻ എന്നുള്ള പേര് സ്വീകരിച്ചത്. എനിക്ക് തോന്നുന്നത് സഞ്ജയനൻ, നമ്മുടെ എഴുത്തുകാരൻ സഞ്ജയനാണ് ഇദ്ദേഹത്തിന് തിക്കോടിയൻ എന്നുള്ള തൂലികാനാമം നൽകിയത്, അങ്ങനെ ഒരു പേര് നൽകിയത് എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. യഥാർത്ഥ പേര് പി കുഞ്ഞനന്ദൻ നായർ എന്നുള്ളതായിരുന്നു കേട്ടോ. പി കുഞ്ഞനന്ദൻ നായർ. മറ്റേത് എനിക്കൊരു സംശയമുണ്ട്, സഞ്ജയൻ തന്നെയാണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. അപ്പൊ തിക്കോടിയൻ ആരാണ്? തിക്കോടിയൻ അരങ്ങു കാണാത്ത നടൻ എന്ന ആത്മകഥയുടെ കർത്താവാണ്. ഇദ്ദേഹം എഴുത്തുകാരനും നാടക നടനും തിരക്കഥാകൃത്തും സംവിധായകനും ഒക്കെ ആയിരുന്നു കേട്ടോ. ഒരുപാട് നാടകങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. പിന്നെ പി കുഞ്ഞനന്ദൻ നായരാണ് ഇദ്ദേഹത്തിന്റെ യഥാർത്ഥ പേര്. അപ്പോ പി കുഞ്ഞനന്ദൻ നായരുടെ തൂലികാനാമം അല്ലെങ്കിൽ തിക്കോടിയന്റെ യഥാർത്ഥ നാമം എന്നൊക്കെ ചോദിച്ചാൽ ഈ ചോദ്യം കൂടെ നിങ്ങൾ മനസ്സിലാക്കി വെക്കാം. ഇനി ഇതാ നിങ്ങൾക്കുള്ള ഇന്നത്തെ ചോദ്യമാണ്. എല്ലാവരും കമന്റ് ചെയ്യണം, കാരണം ഇത് നിങ്ങൾ മുന്നേ കേട്ടിട്ടുള്ളതാണ്. മലയാളത്തിലെ ആദ്യ രാഷ്ട്രീയ നാടകം ഏതാണ് എന്നാണ്. നാടക ഭാഗങ്ങളിൽ നിന്നൊക്കെ ചോദ്യങ്ങൾ വരാറുണ്ട്, അതുകൊണ്ടാണ് മലയാളത്തിലെ ആദ്യ രാഷ്ട്രീയ നാടകം ഏതാണ്? മലയാളത്തിലെ ആദ്യ രാഷ്ട്രീയ നാടകം, മലയാളത്തിലെ ആദ്യ രാഷ്ട്രീയ നാടകം ഏത് എന്നുള്ളതാണ്. അതിന്റെ ഉത്തരം നിങ്ങൾ എല്ലാവരും കമന്റ് ചെയ്യുക. മാത്രമല്ല ഈ ഒരു ക്ലാസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് ലൈക്ക് ചെയ്യുക, മറ്റൊരു ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതിന്റെ അഭിപ്രായം കൂടെ ഒന്ന് കമന്റ് ആയിട്ട് രേഖപ്പെടുത്താം കേട്ടോ. കാരണം ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുന്നുണ്ടോ എങ്കിൽ മാത്രമാണ് ടീച്ചർ ഇനിയും ഇത്തരത്തിലുള്ള ക്ലാസ്സുകൾ ഇടോ, അല്ലെങ്കിൽ ഏത് തരത്തിലുള്ള ക്ലാസ്സുകളാണ് എന്ന് ടീച്ചർ നോക്കിയിട്ട് പിന്നെ ചെയ്യാലോ. അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ക്ലാസ്സുകൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതിന്റെ കമന്റും കൂടെ ചെയ്യാം. ഇനി എനിക്ക് പറയാനുള്ളത് വാട്സപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പിനെ പറ്റിയാണ്, വാട്സപ്പ് ചാനലിനെ പറ്റിയാണ്. നമ്മുടെ ചാനലൊക്കെ സജീവമാണ്. അപ്പോൾ വാട്സപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓരോ ലൈവ് ക്ലാസ്സിനെ കുറിച്ചും അറിയാം. നമ്മുടെ ബാച്ച് അവഞ്ചേഴ്സ് ബാച്ച് നമുക്ക് ഉണ്ടെന്ന് അറിയാം അല്ലെ. അത് എൻഡ് ഗെയിം ഒക്കെ സ്റ്റാർട്ട് ആയിട്ടുണ്ട്. എന്താണ് എൻഡ് ഗെയിം എന്ന് വെച്ചാൽ നമ്മൾ തുടക്കം മുതലുള്ള പാഠങ്ങൾ നിങ്ങളെ പഠിപ്പിക്കുന്നതായിരിക്കും. അതാണ് എൻഡ് ഗെയിം കേട്ടോ. അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനലൊക്കെ ഒന്ന് ഫോളോ ചെയ്ത് വരാം. ഈ വാട്സപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പിന്റെ ലിങ്ക് ക്ലാസ് 7 എന്നുള്ള ആ ഒരു ഇതില് ഫ്രീ നോട്ട് എന്നൊക്കെ പറഞ്ഞുള്ളതിൽ കിട്ടും. നമുക്കൊരു ചാനലും കൂടി ഉണ്ട് കേട്ടോ. അതിലും ഒരുപാട് കാര്യങ്ങളൊക്കെ ഇങ്ങനെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുന്നതായിരിക്കും. അപ്പോൾ ഇതിന്റെ ഉത്തരം ഒന്ന് കമന്റ് ചെയ്തേ എല്ലാവരും. അപ്പൊ അടുത്ത ക്ലാസ്സിൽ മറ്റൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ടാറ്റാ.